റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ കുട്ടിക്കൊരു പ്രണയമുണ്ടെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാ പറയുന്ന സമയത്ത് കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് അവളുടെ അച്ഛൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്, നല്ല അടി കൊടുത്തിട്ടുണ്ട്, ഇനി അത് റിപ്പീറ്റ് ചെയ്യാത്ത തരത്തിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ ഏർലിയാണ് പ്യൂബർട്ടി ഒക്കെ ആവുന്നത്. അതായത് അവരുടെ ശരീരം കുറച്ച് മാറുന്നുണ്ട് ആ ഒരു സമയത്ത്. നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ പലപ്പോഴും പുറത്ത് വിസിബിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ നോട്ട് ചെയ്യാറുണ്ട്. ഈ ശരീരം മാറുന്നതിനോടൊപ്പം തന്നെ അവരുടെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പ്യൂബർട്ടിയിലേക്ക് അവരുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നാച്ചുറലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അവർക്ക് അട്രാക്ഷൻ തോന്നുക എന്നുള്ളത്. നമുക്കിതിനകത്ത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവർ ഫുള്ളി ഗ്രോണപ്പ് ആയിട്ടില്ല. അവർ മെൻ്റലിയും ഇമോഷണലി ഫിസിക്കലി ഒന്നും ഫുള്ളി ഗ്രോണപ്പ് ആയിട്ടില്ല. അതിനകത്ത് തീർച്ചയായിട്ടും ന്യായമുണ്ട്, നമുക്ക് പേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ബോഡി അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, കുറേ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് നാച്ചുറലി തോന്നുന്ന ഈ ഒരു ഇമോഷനെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത പ്രായമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളതിനെ ഇരുന്നൊന്ന് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ നമ്മൾ ഈ പ്രായത്തിൽ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് എന്നുകൂടി ആലോചിക്കണം.